ചാനലൊന്നും മാറിപ്പോയിട്ടില്ല കേട്ടോ. നമ്മുടെ ചെപ്പ് തന്നെയാണ്. അല്ല, തുറക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്താ ഈ കാണിക്കുന്നത്, നമുക്ക് എന്താണെന്ന്. ബീഫ് റോസ്റ്റ് ഒന്നുമല്ല കേട്ടോ, നല്ല കിടുക്കാച്ചി മഷ്റൂം പെപ്പർ ഫ്രൈ റോസ്റ്റാണ്. ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു 4 വർഷം മുമ്പ് നമ്മുടെ ജയ്പൂർ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉള്ള വീഡിയോ ആണ്. ഇന്ന് ഫോൺ ഇങ്ങനെ അവിചാരിതമായിട്ട് ഇങ്ങനെ ഗാലറി തപ്പിയപ്പോൾ കിട്ടിയത്. അപ്പോൾ അതേ മേടിച്ച് എന്തിനാ ഇതിടുന്നത്, പിന്നെ നോക്കിയപ്പോൾ നല്ല അടിപൊളി റെസിപ്പി അല്ലേ, എന്നാൽ ഇതങ്ങ് ഷെയർ ചെയ്യാമെന്ന് വെച്ച് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയാൽ മാത്രമല്ലല്ലോ, കഴിച്ച് കാണിക്കുമ്പോഴല്ലേ നിങ്ങൾക്കും ഇത് നല്ലതായിരിക്കും എന്ന് തോന്നത്തുള്ളൂ. എൻ്റെ അതാ നോക്ക്, ആക്രാന്തം പിടിച്ചുള്ള കഴുപ്പ് കണ്ടോ. കഴുപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്നാ രസമാണെന്ന്. സ്റ്റാർട്ടറായിട്ട് കഴിക്കാനാണ് രസം കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണണമെന്ന് തോന്നുന്നില്ലേ, ഒന്ന് കണ്ടാലോ. അപ്പം അതിനായിട്ട് നമുക്ക് ഈ പാക്കറ്റിൽ കിട്ടുമല്ലോ, ഇങ്ങനെ 200 ഗ്രാമിൻ്റെ മഷ്റൂം, അങ്ങനെ പാക്കറ്റിലാണല്ലോ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുക്കുന്നത്. ഇത് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവരൊന്നും എന്നെ തല്ലിക്കൊല്ലല്ലേ എന്ന് വെച്ചാൽ, ഇത് കുക്കിങ്ങിന് അങ്ങനെ എടുത്ത ഒരു വീഡിയോ അല്ല. ആദ്യ കാലങ്ങളിലൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇത് കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. പിന്നെ മഷ്റൂം ക്ലീൻ ചെയ്യുന്നത് കണ്ടോ, ഇത് കിട്ടുമ്പോൾ നമുക്ക് അതേലൊക്കെ എത്ര ഫ്രഷ് ആണെങ്കിലും അതേലൊക്കെ ഇങ്ങനെ മണ്ണും പൊടി അഴുക്കുകൾ നിറച്ച് കാണും. അപ്പം എന്താ കൈകൊണ്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തുള്ള ആ ഒരു പാട പോലത്തെ അതൊന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇത് ഞാനിങ്ങനെ ഒരെണ്ണം നമ്മൾ 4 ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കുകയാണ്. കൈകൊണ്ട് ജസ്റ്റ് നമുക്കിങ്ങനെ എടുക്കാമെങ്കിൽ അത് മാറാവുന്നതേ ഉള്ളൂ. ഒരു പ്ലേറ്റ് നമുക്കത് മൊത്തം ആ 200 ഗ്രാമിൻ്റെ ആ പാക്കറ്റിൽ നിന്ന് കിട്ടി. ഇതിൻ്റെ ആ പുറത്തെയുള്ള ആ ഒരു സ്കിന്ന് കനവില്ലാത്ത ഒരു കേട്ടോ, പാട പോലെ. അത് മാറ്റിയ ശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് കഴുകുന്നുണ്ട്. സ്ട്രെയിനറിൽ വെച്ച് ഫുൾ വെള്ളം കളയണം കേട്ടോ, ഒട്ടും വെള്ളം പാടില്ല. ഈ ഒരു സമയത്ത് ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. അതുപോലെ തന്നെ സെയിം, അതായത് 200 ഗ്രാം പാക്കറ്റിൻ്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് 3 സ്പൂൺ തന്നെ കോൺഫ്ലവർ. ഇനിയിപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്കിലും കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് നല്ലത് കേട്ടോ. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ബാറ്റർ ഇങ്ങനെ എടുക്കണം. ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. കൂടെ നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. എല്ലാത്തിലും ഉപ്പ് വളരെ കുറച്ച് ഇവിടെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ആ വെള്ളം മൊത്തം പോയ ആ ഒരു മഷ്റൂം ഉണ്ടല്ലോ, അത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യണം. കാര്യം അതിങ്ങനെ വിട്ടു പോകല്ലേ. ഇത് കണ്ടോ, ഇത് ഫുൾ കോട്ടിങ് പോലെ ആയ കണ്ടോ. ഒട്ടും വെള്ളം കൂടുതലും അല്ല കുറവും അല്ല, എന്നാൽ മഷ്റൂമിൽ ഫുൾ എല്ലാം പിടിക്കുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് സൺഫ്ലവർ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അപ്പോൾ നല്ല ഒരുമാതിരി നല്ല പോലെ, ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവരുത്, എന്നാൽ നല്ല പോലെ ഫ്രൈ ആവുകയും വേണം. ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഒരു സ്ട്രെയിനറിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് തന്നെ വെക്കണേ. അപ്പോഴതിൽ എക്സ്ട്രാ ഓയിൽ എല്ലാം അങ്ങ് പോയി കിട്ടില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരുന്നത് വെളുത്തുള്ളിയാണ്. ഒരു കുടം വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കൂടുതലും അതിൻ്റെ അളവുകൾ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. അതുപോലെ സവാള വലുതാണെങ്കിൽ ഒരു സവാള, ഇതിപ്പോൾ അത്ര വലുതായ അല്ലാഞ്ഞുകൊണ്ട് ഞാനൊരു 1.5 സവാള, അത്രയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അതിലേക്ക് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ആ വെളുത്തുള്ളി ഒന്ന് കരിഞ്ഞു പോകല്ലേ, ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഈ ഉള്ളിയും കൂടെ ചേർത്ത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സായി ഇങ്ങനെ മിക്സായി വരുമല്ലോ. ആ സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തതാ മഷ്റൂമിൽ ഓർക്കണേ. പിന്നെ വീണ്ടും ഇച്ചിരി കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ചില്ലി പൗഡർ വേണേലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ ചില്ലി ഫ്ലേക്സാണ് കൊടുത്തത്. പിന്നെ കുരുമുളക്, അത് പെപ്പർ ഫ്രൈ തന്നെ ആണല്ലോ, അതുകൊണ്ട് കുരുമുളക് വീണ്ടും നമ്മൾ ചേർത്തു. പിന്നെ ക്യാച്ചിൻ്റെ നോർത്ത് ഇന്ത്യൻ ഗരം മസാലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് കയ്യിലില്ലെന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, നോർമൽ ഗരം മസാല വേണേലും നമുക്ക് ചേർക്കാം. ഇത് അവരവരുടെ ഫ്ലേവർ അനുസരിച്ച് ഞാനൊരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ. ഇനിയാണ് നമ്മുടെ അടുത്ത പ്രധാന ഇൻഗ്രീഡിയൻറ്റ്, സോയാ സോസ്. ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. നല്ലപോലെ ഉപ്പ് കാണും, അതാണ് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത്. ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. ഇനിയിപ്പോൾ ഡാർക്ക് സോയാ സോസ് ഇല്ല, നോർമൽ സോയാ സോസ് ഉള്ളെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു 1/2 ഗ്ലാസോളം വെള്ളം നമ്മൾ ഈ ഒരു മിക്സിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം, പക്ഷേ ആ ഒരു ടൈമിൽ നല്ലപോലെ കോട്ടായി വരത്തില്ല കേട്ടോ. അപ്പോൾ ആ വെള്ളം ചേർത്തിട്ട് അതൊരു നല്ലൊരു തിക്ക്
കൺസിസ്റ്റൻസിയിലോട്ട് വരണം. ഈ സോസും എല്ലാം കൂടെ ചേർക്കുമ്പോൾ അതങ്ങനെ ആയി നമുക്ക് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് സ്പ്രിങ് ഒണിയൻ, ഇനിയിപ്പോൾ സ്പ്രിങ് ഒണിയൻ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്തിരി ടേസ്റ്റ് കുറയുമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. മുമ്പിലത്തെ ആ വെള്ളം ഒഴിച്ച് ആ ഒരു മിക്സ് നന്നായി അതിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക ഇത് നമ്മൾ ഫ്രൈ ചെയ്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. എന്താ രസമാണ് ഇത്. സ്റ്റാർട്ടറായിട്ടാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്ത് രസമാണെന്നറിയാമോ. അതുപോലെ ഇപ്പം ചോറിനെക്കാട്ടി രസം ഇത് ചപ്പാത്തി, അപ്പം, ദോശ ഇതിനൊക്കെ ഇങ്ങനെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാണെന്നല്ല. ഇപ്പം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ കൂടെ ഒരു ദാലൂടുണ്ട് നല്ല കേട്ടോ. ഇത് കൊണ്ട് എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് കേട്ടോ. നമ്മൾ ഈ ഹണി ചില്ലി പൊട്ടറ്റോ ഇല്ലേ ചൈനീസ്, ഇത് ആ ഒരു ഇതിലോട്ട് വരും ഇത് കേട്ടോ. ഈ ഒരു സമയത്ത് മോളുള്ളപ്പോഴാണെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂൺ തേനും അതുപോലെ തന്നെ നമ്മുടെ എള്ളില്ലേ വെളുത്ത എള്ളൂടെ ചേർത്ത് കൊടുക്കും. എന്നാ ടേസ്റ്റാണെന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, എന്ത് കിട്ടിയാലും അതിനെ തോരൻ, മെഴുക്ക് പുരട്ടി, തേങ്ങ അരച്ച് അതിനെ ഒരു എന്തൊക്കെയോ ആക്കി കൂട്ടി ഇങ്ങനെ ഇച്ചിരി ഒന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ മാറി ചിന്തിക്കില്ലല്ലോ. ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. ഗസ്റ്റൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഇതുണ്ടാക്കി സ്റ്റാർട്ടറായിട്ട് കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കി, ഇതെന്താ സാധനമെന്ന്. അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ പെപ്പർ മഷ്റൂം റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ പുതിയ വേറെ വിശേഷങ്ങളുമായിട്ട്, പാചകവിശേഷമല്ല അല്ലാത്ത നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.